റെക്കോർഡ് അതിൽ കൂടെ എങ്ങനെ വേൾഡ് റെക്കോർഡൊക്കെ എങ്ങനെ കിട്ടി? അബാക്കസ് എന്ന് പറയുമ്പോൾ ഒരു മുത്തിലിങ്ങനെ കോർത്ത് അല്ല ഒരു ഫ്രെയിമിൽ മുത്തുകൾ കോർത്ത് അതിങ്ങനെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവിഷൻ ചെയ്ത് എന്നുള്ളൊരു സിസ്റ്റമാണ്. പക്ഷെ അത്രയ്ക്കും ബ്രൈറ്റായിട്ടുള്ളൊരു കുട്ടിക്ക് അബാക്കസ് പഠിക്കാൻ പറ്റുമോ? അബാക്കസ് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ലോകത്തിൽ പഠിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏത് വസ്തുവിലേക്കാണോ നമ്മളുടെ ശ്രദ്ധകൾ മുഴുവനും കൊണ്ടുവരുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ പകുതി കൊണ്ടുവരും, പകുതി അങ്ങോട്ട് നോക്കും, പകുതി ഇങ്ങോട്ട് നോക്കും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, റിസൾട്ട് ഉണ്ടാവില്ല. നമുക്ക് റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമുക്ക് 5 ഇന്ദ്രിയങ്ങളും ഒരു വസ്തുവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ കേശു ഇരിക്കുന്നു, കേശുവിനെ മാത്രം ഫോക്കസ് ചെയ്താൽ ഇവൻ എവിടേക്കാണ് പോകുന്നത്, ഇവൻ്റെ ശ്രദ്ധ എവിടേക്കാണ്, ഇവൻ അടുത്ത നിമിഷം എന്ത് ചെയ്യുന്നത് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് അവിടേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെ പരാജയം. അങ്ങനെ വരുന്ന സമയത്ത് അബാക്കസ് അതിൽ മുത്തുമണികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുമ്പോൾ ഒന്നായിട്ട് തട്ടിപ്പോയാൽ ആ കണക്കുകളൊക്കെ തെറ്റും. അപ്പോൾ ആ മുത്തുമണികൾ വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ തമ്പുകൊണ്ട് പോയിൻ്റ് ഫിംഗർ കൊണ്ട് നീക്കുമ്പോൾ അഡീഷൻ എന്ന് പറയുമ്പോൾ അഡീഷൻ, സബ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സബ്ട്രാക്ഷൻ, ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ എൻ്റെ നോട്ടം തന്നെ നോക്കും, എൻ്റെ നോട്ടം മുഴുവൻ ഇതിലേക്കാണ് വന്നത്, വേറെ ഒന്നിലേക്ക് എനിക്ക് ശ്രദ്ധ വരില്ല. അപ്പോൾ അബാക്കസ് പഠിക്കുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധ വരുന്നു, അതായത് കോൺസെൻട്രേഷൻ ഈസ് ദ എസൻസ് ഓഫ് ഓൾ നോളജ്. ശ്രദ്ധ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചാലും തലേ കയറില്ല. അപ്പോൾ ശ്രദ്ധ ഉണ്ടാക്കുന്ന ഒരു പരിശീലനമാണ് അബാക്കസ്. ഒന്നത്. 2, അബാക്കസ് പരിശീലിച്ച ആൾക്ക് പെട്ടെന്ന് എന്തൊരു കാര്യം പെട്ടെന്ന് സഡൻലി ക്വിക്ക് ചെയ്യാൻ പറ്റും. ക്വിക്കിലി ആൻസർ കണ്ടെത്താൻ പറ്റും. പെട്ടെന്നൊരു സാധനം ചോദിച്ചാൽ അത് എന്താണെന്ന് മനസ്സിലാക്കുന്ന ബ്രെയിനിലെ കോശങ്ങൾ. ഇപ്പോൾ സാധാരണ എല്ലാ മനുഷ്യരും ഇപ്പോൾ മോളൊക്കെ തലയിൽ ബ്രെയിനൊക്കെ ഉപയോഗിക്കുന്നത് ഒരു 5%. അബാക്കസ് പഠിച്ച കുട്ടിക്ക് 5% അല്ല 10, 15, 20, 25% വരെ ഉപയോഗിച്ചിട്ട് കാൽക്കുലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു ആണെങ്കിലും അതിനെ പെട്ടെന്ന് കണ്ടെത്താനും മനസ്സിലാക്കാനും ക്വിക്കിൽ ആൻസർ ചെയ്യാനും കൂടി പറ്റുന്നു. അതാണ് പിന്നെ എൻ്റെ അബാക്കസ് ശരിക്ക് ഗിന്നസ് മത്സരാജ് ആചാര്യസ് JV ഇൻ്റർനാഷണൽ അബാക്കസ് ആൻഡ് കൗൺസിൽ അക്കാദമി. അപ്പോൾ നമ്മൾ ഏകദേശം 10-15 വർഷത്തോളമായിട്ട് കുട്ടികളുടെ ഇടയിലുണ്ട്. കുട്ടികളുടെ ഇടയിലാകുമ്പോൾ 2022 ഞങ്ങൾ ഏകദേശം 16 കുട്ടികളെ വെച്ചിട്ട് 30 മണിക്കൂറിൽ 3110 ഗണിത ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവർ UR വേൾഡ് റെക്കോർഡിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പിന്നെ 2024 100ഓളം കുട്ടികളെ ഞങ്ങൾ, അതായത് നിങ്ങളൊക്കെ ആവണിയും ഇപ്പോൾ വീഡിയോ ചെയ്യുന്ന ദേവത തർക്കം 10 മിനിറ്റ് കൊണ്ട് 501 ഗണിത ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ലേ? 501. അതെന്തുകൊണ്ടാണ്? പരിശീലനം കൊണ്ടാണ്, ശ്രദ്ധ ഡൈവേർട്ട് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് പരിശീലിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് അവിടെ ആ ഒരു വേൾഡ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡൊക്കെ നേടാൻ പറ്റിയത് അല്ലേ? അപ്പോൾ ഈ അബാക്കസിൽ വന്നാൽ, അതായത് അബാക്കസൊക്കെ പലയിടത്തും ഇഷ്ടംപോലെ ഞാൻ കണ്ടിട്ടുണ്ട്, 1, 2, 3 ഒക്കെ പഠിപ്പിക്കുന്നത്. നമ്മൾ അതല്ല. ലോകത്തിലെ ഏറ്റവും ചെറിയ സംഖ്യ 0 എന്ന് പറയും. 0യിലാണ് സംഖ്യകൾ തുടങ്ങുന്നത്. 0 റൈറ്റിൽ വരുമ്പോൾ വാല്യൂ, ലെഫ്റ്റിൽ വരുമ്പോൾ അൺവാല്യൂ ആയിട്ടുള്ള ഡിജിറ്റാണ്, ഒരു വാല്യൂ ഇല്ലാത്ത ഡിജിറ്റ്. അപ്പോൾ നമുക്ക് സംഖ്യകളെന്ന് പറഞ്ഞാൽ 1s, 10s, 100. ഇപ്പോൾ എല്ലാ കുട്ടികളും 10 വരെത്തുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പേടിയും, ഇതെന്താ വായിക്കാം. 1s, 10s, 100, 1000, 10,000, 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore, ബില്യൺ എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക കുട്ടികളും ബോധം കെട്ട് വീഴുക. പക്ഷേ ഇപ്പോൾ അവനിക്കാണെങ്കിലും ആ സംഖ്യ, ഇപ്പോൾ അബാക്കസ് പഠിച്ചൊരു കുട്ടിയായതുകൊണ്ട് അവനിക്ക് എന്തില്ല, ആ ഒരു പേടിയില്ല. നമുക്ക് ഏത് ഡിജിറ്റും കൈകാര്യം ചെയ്യാൻ പറ്റും, അതുള്ളൊരു മനസ്സുണ്ടാവും. 1s, 10s, 100, 1000, 10,000, lakh, 10 lakh, crore, ബില്യൺ, ട്രില്യൺ, ക്വാഡ്രില്യൺ, ക്വിൻറ്റില്യൺ, സെക്സ്റ്റില്യൺ, സെപ്റ്റില്യൺ, ഒക്ടില്യൺ, അല്ലില്യൺ, ഡെസില്യൺ, ആൻഡെസില്യൺ, ട്രിഡിസില്യൺ, ഗ്ലൂഗോൾ, സ്ലോയൻ, യോട്ടാലില്യൺ, മില്യൻ, ഗൂഗിൾ പ്ലസ്, ഗൂഗിൾ പ്ലക്സിയൻ, വാട്ട് എവർ ദ ഹൈയസ്റ്റ് ഡിജിറ്റ് ഇസ് ഗൂഗിൾ പ്ലക്സിയൻ. ഈ ഗൂഗിൾ പ്ലക്സിയൻ എന്ന് പറയുന്ന സംഖ്യയെ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്പിൾ ചെയ്യാനും ഡിവിഷൻ ചെയ്യാനും ഒരു കുട്ടി പഠിക്കുന്നു എന്നുള്ളതാണ് JV അബാക്കസ് ആൻഡ് കൗൺസിൽ അക്കാദമിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൽ സോളോ എവിഡൻസ് ആണ്. ഇത്രയും കുട്ടികൾ മാഷിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച് ഇപ്പോൾ അവരൊക്കെ നല്ല ലെവലിലെത്തുന്നു. അവർക്ക് ജീവിതത്തിലും പരാജയം ഉണ്ടായില്ല, പഠനത്തിലും പരാജയം ഉണ്ടായില്ല. അബാക്കസ് പഠിച്ച് ഇവിടുന്ന് പഠിച്ചു എന്നുള്ളൊരു വിദ്യാർത്ഥി എന്നുള്ള ലെവലിൽ ആ മണിക്കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? അബാക്കസ് എന്താ ചെയ്തപ്പോൾ എനിക്ക് മാത്സിൽ കുറേ മാർക്ക് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അബാക്കസ് പഠിക്കുന്നതിൻ്റെ മുമ്പേ എനിക്ക് ഈ 10-ൽ 9, 1 അങ്ങനെയൊക്കെ അത്ര മാർക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ അമ്മ വന്നിട്ട് അമ്മച്ചൻ്റെ അടുത്ത് പഠിക്കാൻ പോവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ മാത്സ് പഠിച്ചപ്പോഴേക്ക് 30-ൽ 30 കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് ഞാനത് അമ്മച്ചനോട് പറഞ്ഞിരുന്നു, അമ്മച്ചൻ എനിക്ക് 30-ൽ 30 കിട്ടി, നല്ല മാർക്കാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഈ
ഗണിതം അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റും കൂടിയാണത്. എൻ്റെ മാത്സ് ടീച്ചർ പറഞ്ഞു ഒരു ദിവസം ഈ ഗൂഗിൾ പ്ലസ് അങ്ങനത്തെ ഓരോന്നില്ല, അവിടേക്കൊന്നും ഇവിടെ ഇല്ലയെന്ന്, അങ്ങോട്ടൊന്നും ഗൂഗിൾ പ്ലസ് ഇല്ലയെന്ന്. അപ്പോൾ അമ്മച്ചനോട് ഞാനത് പറഞ്ഞപ്പോൾ അമ്മച്ചൻ പറഞ്ഞു അതൊക്കെ ഉണ്ട്, മിസ്സിന് അത് അറിയാഞ്ഞിട്ടാണെന്ന്. എന്തായാലും ഇവിടെ വന്നിട്ട് ഗുണമാണോ ഉണ്ടായത്, അല്ലെങ്കിൽ നേട്ടമാണോ അല്ലെങ്കിൽ കോട്ടാണോ ഉണ്ടായത്? ആവണിക്ക് നേട്ടം തന്നെയല്ലേ, അത് അവിടെ പറഞ്ഞോളൂ. ഓക്കെ, വീഡിയോ ചെയ്യുന്ന ആൾ ഞങ്ങൾ നോക്കും. വീഡിയോ ചെയ്യുന്നത് ദേവദത്ത് എൻ്റെ പേരക്കുട്ടിയാണ്, ഇതെൻ്റെ പേരക്കുട്ടി ആവണിക്കുട്ടിയാണ്, ഇത് കേശു അല്ലേ. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ. എവിടെയാണ് പഠിക്കുന്നത്? ഭവൻസിൽ അല്ലേ. അബാക്കസ് ക്ലാസ്സിൽ ഒരു പ്രാവശ്യം വന്നിരുന്നുണ്ട്. ഇപ്പം ഇന്ന് രാവിലെ തന്നെ അമ്മച്ചൻ ഗണിതമൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ലേ കുട്ടിക്ക്? രാവിലെ ഗണിതം 1, 2 മാത്സ് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? മനസ്സിലായിരുന്നോ? അപ്പം എനിക്ക് മനസ്സിലാവുണ്ടെന്ന് പറഞ്ഞോളൂ. ഈ ക്യാമറ നോക്കിയിട്ട് ഇതിൽ നോക്കിയിട്ട് പറയൂ, മനസ്സിലായിട്ടുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി എന്ന് പറഞ്ഞോളൂ. അതെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നിൽക്ക ചിഹ്നം കാണിച്ചു. ഓക്കെ, ബൈ.